ഒന്നൊന്നര കയറ്റം തന്നെ ഒരു സംശയമില്ല. സായിപ്പേരൊക്കെ ക്ഷീണിച്ചിട്ട് ഇരുത്തം തുടങ്ങി. ഇനി അങ്ങനെ കയറി പോകാനാണ്. ഒരുപാട് ട്രക്കിങ്ങിന് പോയിട്ടുണ്ട്. ഇത്തരത്തിലൊരു പരീക്ഷണം അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ടോപ്പ് ഭാഗം. ബുദ്ധൻ്റെ ഫുട് പ്രിൻ്റ് ഈ ഒരു ഭാഗത്താണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് തായ്ലൻഡിലെ ടൈഗർ കേവ്. ഇവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല, കാരണം അത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട് ഇങ്ങോട്ട് എത്താൻ. ഹായ്, നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസം കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ സാഹസികത നിറഞ്ഞ മലമുകളിലുള്ള 1000-ലധികം സ്റ്റെപ്പുകളുള്ള ടൈഗർ ഗുഹാക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ആ ടെമ്പിളിൻ്റെ മുകളിലേക്ക് കയറാം കേട്ടോ. ഇവിടെയാണ് സ്റ്റാർട്ടിങ്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, ഏകദേശം മുകളിലത്തോളം സ്റ്റെപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സ്റ്റെപ്പുകളാണ് കേട്ടോ, വളരെ ചെറുതായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ഭാഗം വളരെ കുത്തനെയുള്ള കയറ്റാണ്. നമ്മൾ ഇത്രയും ഭാഗം വന്നത് അത്ര ഇല്ലായിരുന്നു, ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിരുന്നു. ഇത് നല്ല കുത്തനെയുള്ള സ്റ്റെപ്പ് തന്നെ കേട്ടോ. മുകളിൽ നിന്ന് ഇറങ്ങി വന്ന വിദേശികളാട്ടോ. ഇവർ പറയണത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്, എന്നാലും മെല്ലെ മെല്ലെ കയറാന്നാണ് പറയണത്. നമ്മളതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിരുന്നു. ഷാദിക്ക, കമോൺ മാൻ. ഇടക്ക് മങ്കീസ് ഉണ്ട് കേട്ടോ. ഒരു മൊബൈൽ ചിലപ്പോൾ എടുത്തിടാനില്ല. പാൻ നോക്കി കൊടുക്കണ മങ്കീസിനെ നമുക്ക് ഇവിടുന്ന് കാണാം. അങ്ങനെ നമ്മളെ ടൈഗർ കേവ് ടെമ്പിള് ഏകദേശം പകുതി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ മുകൾക്ക് നോക്കുമ്പോൾ ഇനിയും ഒരുപാട് കാണുന്നുണ്ട്. ഏകദേശം 1000-ന് മുകളിൽ സ്റ്റെപ്പുകളാണ്. ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഏകദേശം എത്ര എന്നുള്ളത് നോക്കിയിട്ട് വേണം. എന്തായാലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. എൻ്റെ കൂടെ ഉണ്ടായതിന് ഔഷാദൊക്കെ വയൽ വെച്ച് നിന്നു. കാരണം വെച്ചാൽ കുത്തനുള്ള കയറ്റാണ്. ഒന്നൊന്നര കയറ്റം തന്നെ ഒരു സംശയമില്ല. സായിപ്പേരൊക്കെ ക്ഷീണിച്ചിട്ട് ഇരുത്തം തുടങ്ങി. ഇത് കയറ്റം മാത്രമല്ല, ഇതിൻ്റെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഡ്രസ്സും ആകെ വാളിപ്പോയി. ജീൻസ് ഡ്രസ്സും പിന്നെ വ്ളോഗിനുള്ള ബാഗും അതുപോലെ മൊബൈലൊക്കെ തൂക്കി പിടിച്ച് കയറ്റം കയറുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. എല്ലാവരും റെസ്റ്റ് എടുത്താണ് പോകുന്നത്. ഇറങ്ങുന്നവർ റെസ്റ്റ് എടുക്കുന്നുണ്ട്, കയറ്റം കയറുന്നവർ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വളഞ്ഞിരിഞ്ഞ് പോകണോണ്ട് പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എത്താറായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ കയറാളാണിത്. ഒരുപാട് വിദേശികൾ ധാരാളം കേട്ടോ. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ലാൻഡിങ് ഉണ്ടായതുകൊണ്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ കയറുന്ന സ്റ്റെപ്പ് വളരെ വലിയ വലിയ സ്റ്റെപ്പാട്ടോ, കുത്തനുള്ള സ്റ്റെപ്പാണിത്. നമ്മൾ വണ്ടി നിർത്തിയ ഭാഗമാണ് കണ്ടിട്ടോ. അത്രയും ദൂരമാണ്. ഏകദേശം ഒരുപാട് സ്റ്റെപ്പുകൾ കയറി. ഇത് എത്രയായിട്ട് അവസാനിക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒരു രസം എന്താ വെച്ചാൽ നമുക്ക് ഏത് കയറ്റും അല്ലെങ്കിൽ ഏത് ട്രക്കിങ്ങോ ഒരു ഇത്ര ഭാഗം കഴിഞ്ഞാൽ എത്താറായിട്ടൊന്നൊരു പ്രതീക്ഷ ഉണ്ടാവും. ഇതൊരു പ്രതീക്ഷയില്ല. ഇനി എത്ര കയറാണ്ടിരുന്നോ എത്ര കയറിയെന്നോ ഒരു ഐഡിയ ഇല്ല. എന്താ ഇനി അങ്ങനെ കയറി പോകാനാണ്. ലൈഫിൽ
ഒരുപാട് ട്രക്കിങ്ങിന് പോയിട്ടുണ്ട്. ഇത്തരത്തിലൊരു പരീക്ഷണം അല്ലെങ്കിൽ ഇത്ര പ്രയാസപ്പെട്ടൊരു ട്രക്കിങ് ഫസ്റ്റ് ടൈമാണ്. തായ്ലാൻഡിൽ ഇങ്ങനൊരു ടെമ്പിളുണ്ട്, കേവ്, ടൈഗർ കേവ് ടെമ്പിൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എന്തായാലും കയറാം, എല്ലാവരും കയറുന്നതല്ലേ എന്നെ വിചാരിച്ചത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ അപ്പുറമാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഫൈനലി നമ്മളെ ട്രക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. എന്തായാലും കുറച്ച് പ്രയാസമാണ്, ഒരു സംശയമില്ല. എൻ്റെ കൂടെയുള്ള നൗഷാദക്ക വയൽ വെച്ച് നിന്നു. ഞാൻ കുറേ മൂപ്പരെ കുറച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കയറ്റാൻ നോക്കി, പക്ഷേ പകുതി പോലും എത്താൻ സാധിച്ചില്ല സമയം. നിർബന്ധിക്കാൻ വയ്യ, അങ്ങനെ കാൽമുട്ട് വേദന അറിഞ്ഞു. അവിടെ ഷൂ അയച്ചു വെക്കണം കേട്ടോ. ഷൂ ഒക്കെ അയച്ചു വെച്ചിട്ട് വേണം മുകളിൽ കയറാൻ. ഇതൊരു പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ടെമ്പിളിൻ്റെ ഭാഗമാണ്. ഇതാണ് ഏറ്റവും ടോപ്പ് ഏരിയ കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ എത്രയായിട്ടൊരു അറ്റം കാണില്ല, മുകൾ ഭാഗം നമുക്ക് കാണാൻ സാധിക്കണില്ല, സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വരിക എന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ അവസാനിക്കും? പക്ഷേ അതിയായ ആഗ്രഹവും അങ്ങേയറ്റുള്ള ആഗ്രഹം, അതുപോലെ ഒരു വാശിയുണ്ടായിരുന്നു തീർക്കണം എന്നുള്ളത്. ആ ഒരു നിശ്ചയദാർഢ്യത്തിലാണ് ഇങ്ങോട്ട് കയറി പറ്റിയത്. അതാണ് ഏറ്റവും താഴെ ഭാഗം കേട്ടോ. നമ്മൾ താഴേന്ന് കയറി വന്ന ടെമ്പിളാണത്, അവിടെ നിന്നാണ് അങ്ങോട്ട് വരുന്നത്. ഇത് എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല, നോക്കിയിട്ട് വേണം. എന്തായാലും 4 ദിവസത്തെ തായ്ലൻഡ് യാത്രയിൽ 2 ദിവസം ഫുക്കറ്റ്, 2 ദിവസം ക്രാബി. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡേ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു യാത്ര തന്നെയാണ് ഈ ഒരു ട്രക്കിംഗ് ടൈഗർ കേവ് ടെമ്പിൾ. അഥവാ അതിന് ടൈമുണ്ട്, വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഇറങ്ങണം. ഇവിടെ ടൈഗർ ഇറങ്ങുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. ബുദ്ധൻ്റെ പ്രതിഷ്ഠയാണ് കേട്ടോ. ഇതാണ് ഏറ്റവും ടോപ്പ് ഭാഗം. എല്ലാ ഭാഗവും സറൗണ്ടിങ്സിലുള്ള എല്ലാ ഏരിയയും ഫോറസ്റ്റാണ്. എന്തായാലും ഇങ്ങോട്ട് എത്തി ഓരോ കുട്ടികളെയും ഇവരൊക്കെ സമ്മതിക്കണം, ഒരു രക്ഷയില്ല. ഇത്രയും ദൂരം, ഇത്രയും ഉയരം ഇങ്ങോട്ട് കയറി വന്നിക്കണമെങ്കിൽ ഈ ആളുകളൊക്കെ സമ്മതിക്കുന്നതാണ്. ബുദ്ധൻ്റെ ഫുട് പ്രിൻ്റ് ഈ ഒരു ഭാഗത്താണ് കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു കാണുന്നതാണ് ബുദ്ധൻ്റെ ഫുട് പ്രിൻ്റ്. അവരിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് തായ്ലൻഡിലെ ടൈഗർ കേവ് ടെമ്പിൾ. ബുദ്ധൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്, ഈ കാണുന്നത്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഏറ്റവും നമ്മൾ ഒരുപാട് ട്രക്കിങ് പോയിട്ടുണ്ടെങ്കിലും ഇത്ര വളരെ പ്രയാസപ്പെട്ട് കയറി ഇറങ്ങിയില്ല. കാലൊക്കെ ആകെ ധരിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അവിടെ കയറണം എന്നുള്ളത് തന്നെ അതിയായ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. നമ്മൾ ഏറ്റവും താഴെ ഭാഗം കേട്ടോ. അവിടെ ഇപ്പോൾ ഈ ഒരു ചുറ്റുഭാഗത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു മലയാണ് ഏറ്റവും മുകൾ ഭാഗം. എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല, കാരണം അത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട് ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ ഇറങ്ങാൻ തോന്നുന്നില്ല. ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളി വ്യൂ ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങണം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ടൈം ഏകദേശം 12:30 ആയി. നമുക്ക് 2 മണിക്ക് എയർപോർട്ടിൽ എത്തണം. ഏകദേശം ഒരു 1.5 മണിക്കൂർ എന്തായാലും താഴത്തേക്ക് ഇറങ്ങാനുണ്ടാവും. 2 മണിക്കൂറിന് മുകളിൽ പിടിച്ചിട്ടോ അങ്ങോട്ട് മുകളിലേക്ക് എത്താൻ. താഴത്തേക്ക് ഇറങ്ങാൻ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ എത്തിക്കൂടായില്ല. എന്തായാലും തായ്ലൻഡ് സന്ദർശിക്കുന്ന, അല്ലെങ്കിൽ ഫുക്കറ്റ് ആൻഡ് ക്രാബി എന്നീ ഭാഗങ്ങളൊക്കെ സന്ദർശിക്കുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണിത്. അടിപൊളി വ്യൂ ആണ്. ഇത് ഇത്തരം ട്രക്കിങ്ങുകൾ, ഇതെന്നല്ല വേറെയുള്ള ട്രക്കിങ്ങുകളാണെങ്കിലും അതുപോലെ ഇത്തരം ട്രക്കിങ്ങുകളൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടും ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മളെ ഒരു ഹെൽത്ത് ചെക്കപ്പും കൂടിയാണിത്. അപ്പം ഇനി ഇവിടെ തിരിച്ചിറങ്ങാണ് കേട്ടോ. എന്തായാലും കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ ഷൂ ഇവിടെ അയച്ചു വെച്ചിരുന്നു, കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടുന്ന് സത്യത്തിൽ പോകാൻ തോന്നില്ല, നല്ല തണുത്ത കാറ്റ്. എന്തായാലും കയറി വരുന്ന ആളുകൾക്കൊക്കെ ഒരു ഭയങ്കര സംഭവം തന്നെ ആയിരിക്കും ഇത്. ഇവിടെ കയറി വന്നാൽ കുടിക്കാൻ വെള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. സായിപ്പേരൊക്കെ ആകെ കുഴങ്ങിയിരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും സമ്മതിച്ചു. ഇവിടേക്ക് കയറി എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നിശ്ചയദാർഢ്യവും വേണം, പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു ആഗ്രഹവും വേണം. വാക്കുകൾ കിട്ടണില്ല കിതച്ചിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാണ് കേട്ടോ. നമ്മൾ ഇറക്കം
സിമ്പിളാണെന്നുള്ള തോന്നിപ്പോവും, പക്ഷെ അത്ര സിമ്പിളല്ല, കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം വെച്ചാൽ ഇറക്കം അത്രയേറെ കുത്തനുള്ള ഇറക്കമാണ്. നമ്മളെ ഷൂ ഒക്കെ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് വേണം ഇറങ്ങണമെങ്കിൽ. നമ്മളെ നൗഷാദൊക്കെ ഇവിടെ നിൽക്കണമെന്നാവും. സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മൾ നേരെ സ്റ്റെപ്പ് പകുതി വെച്ചതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. ഇത് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പ് നമ്മൾ ചെരിച്ച് വെച്ച് തന്നെ ഇറങ്ങണം. വളരെ കുത്തനെയാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കൈവരി ഉണ്ട്, ഇങ്ങനെ പിടിച്ച് നടക്കാം, അങ്ങനൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ പറയാൻ. എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ ഓട്ടം, ട്രക്കിങ്, അതുപോലെ ട്രാവലിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇപ്പോൾ നമ്മൾ ഒരുപാട് ബീച്ചിൽ പോയി, അതുപോലെ ഒരുപാട് ഏരിയകളൊക്കെ പോയി കണ്ടു. അതിൽ ഇന്നിപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ്. ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രക്കിംഗ് ഉണ്ടല്ലോ, ഇതാണ് ഈ ഒരു തായ്ലൻഡ് യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായതും എനിക്കൊരു നേട്ടമായി തോന്നിയതും ഈ ഒരു ട്രക്കിംഗ് ആണ്. ഹായ്, ജസ്റ്റ് റിമൈനിങ്. ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ ഇവർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, ഈ മദാമി, ഈ സായിപ്പൊക്കെ. അവർ റെസ്റ്റൊക്കെ എടുത്ത് മെല്ലെ മെല്ലെ കയറണുള്ളതുകൊണ്ട് നമുക്ക് ഏകദേശം എയർപോർട്ടിലേക്ക് എത്താനുള്ള സമയമായും ചെയ്തു. ഒരുപാട് നേരം മുകളിൽ നിൽക്കാനും വയ്യ. പിന്നെ നമ്മളെ താഴെയാണ് നമ്മൾ നൗഷാദൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും സ്റ്റെപ്പ് ഒരുപാടുണ്ട് കേട്ടോ, ഒന്നുകൂടി കാണിച്ചു തരാം. എന്താ അങ്ങനെ കുത്തനെയാണ് പോകുന്നത്. എന്തായാലും ഇനി കുറച്ച് നേരം ക്യാമറക്ക് റെസ്റ്റ് കൊടുക്കുക. കാരണം കയറ്റം കയറിയതിനേക്കാളും കുറച്ചും കൂടി പ്രയാസമാണ് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. കാലൊക്കെ ഒരു വിധമായിട്ടുണ്ട്. പിന്നെ അങ്ങനെ റെസ്റ്റ് എടുത്ത് പോവുകയാണെങ്കിൽ തിരക്കിടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ താഴെ എത്തും വേണം. എയർപോർട്ടിൽ പോകാനാണ് നമ്മൾ ട്രിപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. നമ്മൾ കയറിപ്പോയപ്പോൾ കണ്ട മങ്കീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് മുമ്പ് ഇതിനേക്കാളും കുറച്ചും കൂടി പ്രയാസമേറിയ റൂട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ റൂട്ട് അടച്ചിട്ടുണ്ട്, കണ്ടില്ല, കുത്തനെയുള്ളൊരു ഭാഗമായിരുന്നു. ഇത് കുറച്ചും കൂടി സിമ്പിളാക്കിയതാണ്, ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ട്. ഒരുപാട് മങ്കിക്കുട്ടികളുണ്ടല്ലോ ഇവിടെ. നമ്മൾ ബന്ദിപൂര്, അതുപോലെ നാടുകാണി ചുരമൊക്കെ കയറുമ്പോൾ മനുഷ്യന്മാരെത്തിക്കഴിഞ്ഞാൽ അവർ മേത്ത് കയറും. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇവരിങ്ങനെ നമ്മൾ പോകുമ്പോൾ മാറി തരുന്നൊക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഫ്യൂ സ്റ്റെപ്സ് റിമൈനിങ്, യു ഗോ. എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകണുള്ളൂ. ഇതിങ്ങനെ ഒരു ട്രിപ്പായിട്ട് കാണുന്നവരുണ്ട്, പിന്നെ അതുപോലെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കയറി പോകുന്നവരുണ്ട്. ഏകദേശം താഴെ ഭാഗം എത്താറായിട്ടോ. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ കണ്ണിൽ നിന്നും കണ്ണുനീരും വേർപ്പും എല്ലാം വലിച്ചിറങ്ങുന്നുണ്ട്. ഇറക്കിറങ്ങുമ്പോഴും ബുദ്ധിമുട്ട് തന്നെ. കാഫും അതുപോലെ മുട്ടുംകാലും ഒക്കെ പെയിൻ എടുക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. താഴെ ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്, കാല് വിറക്കുന്നുണ്ടില്ലേ. ഏകദേശം താഴെ ഭാഗം എത്തിട്ടോ, നമ്മൾ കയറിയ ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തായ്ലൻഡ് യാത്ര. പ്രത്യേകിച്ച് തായ്ലൻഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ആളുകൾക്കൊക്കെ ഒരു തെറ്റായ ധാരണ ഉണ്ട്. തായ്ലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ടൂറിസമാണ് മെയിനായിട്ട്, അങ്ങനെയൊക്കെയുള്ള ധാരണ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും എല്ലാ നാട്ടിലും അവൈലബിൾ ആണ്. തായ്ലൻഡ് അത് ഫസ്റ്റ് തന്നെ തുടങ്ങിയതുകൊണ്ടും അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്യപ്പെട്ടു. പക്ഷേ തായ്ലൻഡിൽ നമ്മൾ കാണേണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഈ ഒരു ടൈഗർ കേവ് ടെമ്പിൾ. ഏറ്റവും ടോപ്പിലെത്തുമ്പോഴൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ചില്ലറല്ല. ആ പറഞ്ഞു വരുന്നത് തായ്ലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ടൂറിസം മാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ. ഇപ്പോൾ ബാങ്കോക്ക് ആണെങ്കിലും പട്ടായ ആണെങ്കിലും
നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ ട്രിപ്പിൽ വന്നിട്ടുള്ള ഫുക്കറ്റ് പറഞ്ഞൊരു ഭാഗമാണ്, ക്രാബി പറഞ്ഞ ഭാഗമാണ്. തായ്ലൻഡിൽ ബാങ്കോക്ക്, പട്ടായ അതൊരു ടൂർ പാക്കേജ് ആയിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഫുക്കറ്റ് ആൻഡ് ക്രാബി. ഇവിടെ ഉള്ളതൊക്കെ നമ്മൾ ഈ ഒരു യാത്രയിൽ ഇപ്പോൾ 4ാമത്തെ ദിവസം നമ്മളെ യാത്ര എന്ന് അവസാനിക്കുകയാണ്. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ളും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന കാഴ്ചകളാണ്. ഐലൻഡുകളൊക്കെ ആണെങ്കിലോ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഐലൻഡുകൾ തന്നെയാണ്. വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടുള്ള ഐലൻഡുകളാണ്. നമ്മളെ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ. ഫുഡ് വളരെ വ്യത്യസ്തമായ ഫുഡാണ്. 4 ദിവസം കഴിച്ചത് ഞാനൊരു പിന്നെ ഭക്ഷണപ്രേമിയും കൂടി ആയതുകൊണ്ടാണ് 4 ദിവസം കഴിച്ചതും വളരെ അടിപൊളി ഫുഡുകളാണ്. ചെമ്മീനാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നൗഷാദൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കുന്നത്. എന്തായാലും വളരെ മികച്ചൊരു അനുഭവമാണ്. അപ്പോൾ തായ്ലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെക്സ് ടൂറിസം എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടാവരുത്. അത് അതിൻ്റെതായ ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മളെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ്. നമ്മൾക്കിപ്പോൾ ഈ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് അതിൽ ഇഷ്ടമുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യാം, അതിന് പ്രാധാന്യം കൊടുക്കുക. ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഞാൻ തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ഫുക്കറ്റ് ആൻഡ് ക്രാബി ഈ 2 പ്രദേശങ്ങൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ. കാല് വിറക്കുന്നുണ്ട് കേട്ടോ, മേലിൽ ഇറങ്ങി വന്നാൽ ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മളെ യാത്ര ഏകദേശം അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു വെള്ളം തേയും കുടിച്ചിട്ട് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എയർപോർട്ടിൽ ലോഞ്ച് കയറിയിട്ട് വേണം ഇന്നത്തെ ലഞ്ചും ഡിന്നറൊക്കെ ഉള്ളത്. നമ്മളെ യാത്ര മടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ പോയി നമുക്ക് ഇവിടുന്ന് കേരളത്തേക്ക് ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിരുന്നത് കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിൽ നിന്ന് ഫുക്കറ്റ്. അങ്ങനെ 2 ദിവസം ഫുക്കറ്റ് യാത്ര കഴിഞ്ഞ് നമ്മൾ ക്രാബിയിലെത്തി. ഇപ്പോൾ ഇനി ഇവിടുന്ന് ക്രാബിയിൽ നിന്നും മലേഷ്യയിലെ കോലാലംപൂരിലേക്കാണ് ആദ്യ ഫ്ലൈറ്റ്. എന്നിട്ട് കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കാണ്.